അവർ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? നീ പറയുന്നത് പോലെയൊക്കെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സ്വാദുണ്ടാകുകയില്ല. നിനക്ക് എവിടെയെങ്കിലും പോകണോ? ഈ ലോകം മുഴുവൻ കാണണോ? നിനക്ക് പാസ്പോർട്ടില്ലേ? അതെടുക്കാം. നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണോ? അത് പഠിപ്പിക്കാം. നീ ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളും നോക്കി ജീവിച്ചാൽ മതി. മറ്റുള്ള കാര്യങ്ങളിൽ നീ ഇടപെടരുത്. എനിക്കത് തീരെ ഇഷ്ടമില്ല. എന്നെ എതിർക്കുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നെ ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ വരുന്നവരെ തീരെ ഇഷ്ടമില്ല. എനിക്കൊരുപാട് സ്വത്തുണ്ടെന്നും അതിൽ നിന്ന് അവർ കൊണ്ടുപോയാൽ കുറച്ചൊക്കെ കൊണ്ടുപോയിക്കോട്ടെ എന്നും ശാലിനി പറയുകയാണ്. ഇവിടെ മാത്രമല്ലല്ലോ, തോട്ടത്തിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പപ്പ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ സ്വത്തുക്കൾ നമ്മൾ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതല്ലേ? അത് നശിപ്പിച്ച് അവരെ കാണിക്കുന്നതാണോ ശരി? പപ്പ ഒരു കാര്യം ചെയ്യും. ഒരു മാസത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നതും ഇപ്പോഴുള്ളവർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. എത്ര രൂപ ഞാൻ മിച്ചം പിടിക്കുന്നോ ആ പൈസ എനിക്ക് തരും. അപ്പോൾ ശാലിനിക്ക് ചിരി വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, നിനക്ക് എത്ര രൂപ വേണം? 1 ലക്ഷം വേണോ? 5 ലക്ഷം വേണോ? എത്രയാണെന്ന് പറയൂ, അത് ഞാൻ നിനക്ക് തരാം. നീ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നിന്റെ വില കളയരുതെന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീന പറയുകയാണ്, എൻ്റെ വില എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ പൗലോസിനേക്കാളും താഴെയാണ് എന്നെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ അതല്ല വാസ്തവമെന്നും ക്ലബിലോ ടൗൺ ഹാളിലോ വെച്ച് വലിയൊരു ഗെറ്റ് ടുഗദർ നടത്തി ഡിക്ലെയർ ചെയ്യാൻ കാത്തിരിക്കുകയാണ് അലീന എന്ന പെൺകുട്ടി എൻ്റെ മകളാണെന്ന് പറയാൻ എന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീന സങ്കടത്തോടുകൂടി പപ്പയോട് സോറി പറയുകയാണ്. മേശ നിറയെ വിഭവങ്ങൾ കഴിച്ചാണ് താൻ ശീലിച്ചിട്ടുള്ളതെന്നും അതിൽ എത്ര ഭാഗം കഴിക്കുന്നു എത്ര ഭാഗം വേസ്റ്റായി പോകുന്നു എന്ന് ഞാൻ നോക്കാറില്ലെന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീന പറയുകയാണ്, കേട്ടോ പപ്പ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുറച്ച് എച്ചിലെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് കൊതിച്ച് കാത്തിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കഴക്കൂട്ടത്തെ അനാഥാലയത്തിൽ. ഇപ്പോഴും പല അനാഥാലയങ്ങളിലും പല സ്റ്റാൻലി പപ്പമാരുടെയും മക്കൾ ഇതുപോലെ അനാഥരായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻലിക്ക് വിഷമമാകുന്നു. അയാൾ ഒന്നും മിണ്ടാതെ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് തരാനും ലൈക്ക് തരാനും മറക്കരുത് പ്രിയപ്പെട്ടവരെ.